അടുത്ത പാഠം നോക്കാം. എ ലലബി. എ ലലബി എന്ന് പറഞ്ഞാൽ ഒരു താരാട്ട് പാട്ട്. നമുക്ക് ഈ പിക്ചർ ഒന്ന് നോക്കിയാലോ. ഈ പിക്ചറിൽ എന്തൊക്കെയാണ് കാണുന്നത്? ഇത് ആരൊക്കെയാ? സാഷ ആൻഡ് നവീൻ. അവരെന്താ ചെയ്യുന്നത്? ദേ ആർ വാക്കിംഗ്. നമുക്ക് പാഠം ഒന്ന് വായിച്ചു നോക്കാം. ആഫ്റ്റർ സ്കൂൾ, സ്കൂളിന് ശേഷം, സാഷ ആൻഡ് നവീൻ വേർ വാക്കിംഗ് ഹോം. സാഷയും നവീനും വീട്ടിലേക്ക് നടക്കുകയായിരുന്നു. ഓൺ ദ വേ, പോകുന്ന വഴിയിൽ. ദേ ഹേർഡ് സംവൺ സിംഗിങ് എ സോങ്. അവരാരോ ഒരു പാട്ട് പാടുന്നത് കേട്ടു. നമുക്ക് ആ പാട്ടൊന്ന് നോക്കിയാലോ. ദ ബെസ്റ്റ് ഓഫ് ഫ്രണ്ട്സ് വിൽ അണ്ടർസ്റ്റാൻഡ് യുവർ ലിറ്റിൽ ട്രയൽസ് ആൻഡ് ലെൻഡ് എ ഹാൻഡ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്സിന് വിൽ അണ്ടർസ്റ്റാൻഡ്, അവർക്ക് മനസ്സിലാക്കാൻ കഴിയും. യുവർ ലിറ്റിൽ ട്രയൽസ്, നിങ്ങൾക്ക് വരുന്ന വിഷമങ്ങളും പരീക്ഷണങ്ങളും ഒക്കെ അവർക്ക് മനസ്സിലാക്കാൻ കഴിയും. ആൻഡ് ലെൻഡ് എ ഹാൻഡ്, പിന്നെ അവർ നിങ്ങൾക്കൊരു കൈ സഹായവും തരും. ഒന്നുകൂടി വായിച്ചു നോക്കിയാലോ. ദ ബെസ്റ്റ് ഓഫ് ഫ്രണ്ട്സ് വിൽ അണ്ടർസ്റ്റാൻഡ് യുവർ ലിറ്റിൽ ട്രയൽസ് ആൻഡ് ലെൻഡ് എ ഹാൻഡ്. നവീൻ, ഡു യു ഹിയർ ദ സോങ്? നവീൻ, നീ ഒരു പാട്ട് കേട്ടോ? സഷ ആസ്ക്ഡ്, സഷ ചോദിച്ചു. ദാറ്റ്സ് ദ സോങ് അവർ ടീച്ചർ ടോട്ട് അസ് ടുഡേ. ആ സോങ് ആണ് നമുക്ക് നമ്മുടെ ടീച്ചർ എന്ന് പഠിപ്പിച്ചു തന്നത്. നവീൻ റിപ്ലൈഡ്, നവീൻ പ്രതികരിച്ചു. ബട്ട് ഹു ഈസ് സിംഗിങ്? പക്ഷേ ആരാണത് പാടുന്നത്? കം ലെറ്റ്സ് ഫൈൻഡ് ഔട്ട്. വാ, നമുക്ക് കണ്ടുപിടിക്കാം. ഇപ്പോൾ സഷയുടെ നേരെ ഒരു വട്ടം കാണാനുണ്ട്. സഷ നവീനോട് എന്തോ ചോദിക്കുകയാണ്. സഷ എന്തായിരിക്കും നവീൻ്റെ അടുത്ത് പറയുന്നത് നമുക്കൊന്ന് എഴുതി നോക്കാം. ഡു യു ഹിയർ ദ സോങ്? നീ ഒരു പാട്ട് കേട്ടോ? ഹൂ ഈസ് സിംഗിങ്? ആരായിരിക്കും ആ പാടുന്നത്? നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ കഴിയുമോ ആരായിരിക്കും ആ പാട്ട് പാടുന്നുണ്ടാവുക? ഹൂ ഡു യു തിങ്ക് വാസ് സിംഗിങ്? നിങ്ങൾക്ക് ആരായിരിക്കും പാടുന്നതെന്നാണ് തോന്നുന്നത്? ഈ പാട്ട് നിങ്ങൾക്ക് എവിടെയെങ്കിലും മുന്നേ കേട്ട് പരിചയമുണ്ടോ? ക്ലാസ്സിൽ നമ്മുടെ അനുപമ ടീച്ചർ പഠിപ്പിച്ച പാട്ടല്ലേ ഇത്? അതാരായിരിക്കും കേട്ട് കാണാൻ സാധ്യത? ആക്ടിവിറ്റി നമ്പർ 11ലേക്ക് ഒന്ന് പോവാം. സോൾവ് ദ പസിൽ. ഈ പസിൽ സോൾവ് ചെയ്യാനാണ് ആക്ടിവിറ്റി. ഇതിൽ നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത്. ഒന്ന് ഡൗൺ. ഡൗൺ എന്ന് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് താഴത്തേക്കാണ് എഴുതേണ്ടത്. അതുപോലെ എക്രോസ് എന്ന് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് സൈഡിലേക്കാണ് എഴുതേണ്ടത്. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വി ഗോ ടു ഡാഷ് ടു സ്റ്റഡി. അപ്പോൾ ആദ്യം നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ മനസ്സിലാവണം. അത് എവിടെയാണ് എഴുതേണ്ടതെന്നും മനസ്സിലാവണം. അത് ഡൗൺ ആയിരുന്നു. അപ്പോൾ എസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന എന്തോ ഒരു വാക്കാണ് എഴുതാനുള്ളത്. അതുപോലെ എത്ര വാക്കുണ്ടെന്ന് നമുക്കൊന്ന് കൗണ്ട് ചെയ്ത് നോക്കാം. 1 2 3 4 5 6. 6 അക്ഷരങ്ങളുള്ള ഒരു വാക്കാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ക്വസ്റ്റ്യൻ ഒന്ന് മനസ്സിലാക്കണം. നമ്മൾ എവിടേക്കോ പോകുന്നത് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. എവിടേക്കാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്? സ്കൂൾ അല്ലേ? നമ്മൾ സ്കൂളിലേക്കാണ് പോകുന്നത്. അത് കഴിഞ്ഞാൽ രണ്ടാമത്തെ നോക്കാം. എ ഡ്രസ് ഫോർ ഗേൾസ്. ഗേൾസ് ഇടുന്നൊരു ഡ്രസ്സാണ്. സ്റ്റാർട്ടിങ് ലെറ്റർ എന്താ? എസ്. എസ് വെച്ച് തുടങ്ങുന്ന ഗേൾസ് ഇടുന്ന ഒരു ഡ്രസ്സ്. എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കിയേ, എത്ര അക്ഷരങ്ങളുണ്ട്? 1 2 3 4 5. 5 അക്ഷരങ്ങളുള്ള എസ് വെച്ച് തുടങ്ങുന്ന ഗേൾസ് ഇടുന്ന ഒരു ഡ്രസ്സ്. അതേതായിരിക്കും? സ്കേർട്ട്. SKIRT, സ്കേർട്ട്. സ്കേർട്ട് എന്ന് പറഞ്ഞാൽ പാവാട. എ പേഴ്സൺ ഹൂ അണ്ടർസ്റ്റാൻഡ്സ് യു വെൽ. ഒരു മനുഷ്യൻ, അവർക്ക് നിങ്ങളെ നന്നായിട്ട് അറിയാൻ കഴിയും. മൂന്നാമത്തെയാണ്. എത്ര എഫ് വെച്ചിട്ടാണ് തുടങ്ങുന്നത്. അതുപോലെ എത്ര അക്ഷരങ്ങളുണ്ട് നോക്കാം. 1 2 3 4 5 6. 6 അക്ഷരങ്ങളുള്ള ഒരു വാക്കാണ്. ഒന്ന് ഗസ് ചെയ്തേ, കിട്ടിയോ? ഫ്രണ്ടാണ് ഇതിൻ്റെ ഉത്തരം. അത് കഴിഞ്ഞാൽ ടച്ച്ഡ് ജെൻ്റ്ലി. ടച്ച്ഡ് ജെൻ്റ്ലി എന്നുള്ള ഒരു ഫ്രേസിന് പറയാൻ പറ്റുന്ന ഒരു വാക്ക് ഏതായിരിക്കും? അഞ്ചാമത്തെ നോക്കിയേ, താഴത്തേക്കുള്ളത്. നമ്മുടെ പാഠത്തിൽ പഠിച്ച വാക്കുകൾ തന്നെയാണിത്. പി വെച്ച് തുടങ്ങുന്നു, ഡി വെച്ച് അവസാനിക്കുന്നു. എത്ര അക്ഷരങ്ങളുണ്ടെന്നൊന്നും നോക്കുക. എന്തായിരിക്കും ആ വാക്ക്? ഗസ് ചെയ്തോ? പാറ്റഡ്. PATTED. പാറ്റഡ്. അടുത്തത് എക്രോസ് ആണ്. എക്രോസ് എന്ന് പറഞ്ഞാൽ സൈഡിലേക്ക് എഴുതേണ്ടത്. നാലാമത്തെ ഒന്ന് നോക്കിയേ, സി വെച്ചിട്ടാണ് തുടങ്ങുന്നത്, സൈഡിലേക്കാണ് പോകുന്നത്, എസ് വെച്ച് അവസാനിക്കുന്നു. ആ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയോ. ഈഗർ ടു ലേൺ ഓർ നോ സംതിങ്. എന്തെങ്കിലും പഠിക്കാനോ എന്തെങ്കിലും കാര്യം അറിയാനോ ഉള്ളൊരു ത്വരയ്ക്കാണ്
ഈ വാക്ക് പറയുന്നത്? സി വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു, എസ് വെച്ച് അവസാനിക്കുന്നു. എത്ര അക്ഷരങ്ങളുണ്ടെന്നും ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കുക. ഗസ് ചെയ്തോ എല്ലാവരും? ആ വാക്കാണ് ക്യൂരിയസ്. CURIOUS, ക്യൂരിയസ്. അത് കഴിഞ്ഞാൽ എ സ്വിങ്ങിങ് ബേബി ബെഡ്. ആറാമത്തെ നോക്കാം. ആറാമത്തെ സി വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു, ഇ വെച്ച് എൻഡ് ചെയ്യുന്നു. എത്ര അക്ഷരങ്ങളുണ്ട്? 1 2 3 4 5 6. നമ്മൾ പാഠത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നു, നമ്മുടെ കവിത എന്തിലാണ് അവളുടെ അനിയനെ ആട്ടുന്നത്? അതാണ് ക്രാഡിൽ, തൊട്ടിൽ എന്ന് പറയാം മലയാളത്തിൽ. ഈ പസിലൊന്ന് എഴുതി നോക്കാം. എല്ലാവരും നന്നായി നോക്കിയേ. സ്പെല്ലിംഗ് ഒന്നും ഇതിൽ തെറ്റാൻ പാടില്ല. വളരെ ഈസി ആയിട്ടുള്ളൊരു പസിലാണിത്. നമുക്ക് കുറേ അധികം ക്ലൂസും ഇതിൽ തരുന്നുണ്ട്. ആദ്യത്തെ എസ് വെച്ചിട്ടുള്ളത് വി ഗോ ടു ഡാഷ് ടു സ്റ്റഡി. എവിടേക്കാണ് നമ്മൾ പോവുക? വി ഗോ ടു സ്കൂൾ ടു സ്റ്റഡി. രണ്ടാമത്തെ നോക്കാം. എ ഡ്രസ് ഫോർ ഗേൾസ്. ഗേൾസ് ഇടുന്നൊരു ഡ്രസ്സ്, എസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന 5 അക്ഷരമുള്ള ഒരു ഡ്രസ്സ്. ഏതായിരിക്കും അത്? സ്കേർട്ട്, പാവാട. അത് കഴിഞ്ഞാൽ എ പേഴ്സൺ ഹൂ അണ്ടർസ്റ്റാൻഡ്സ് യു വെൽ. ഒരു മനുഷ്യൻ, അവർക്ക് നിങ്ങളെ നന്നായി മനസ്സിലാക്കാൻ പറ്റും. മൂന്നാമത്തെ താഴത്തേക്ക് എഴുതേണ്ടതാണത്. എഫ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു, 6 അക്ഷരങ്ങളുണ്ട്. നോക്കാം. ഫ്രണ്ട്, FRIEND, ഫ്രണ്ട്. അത് കഴിഞ്ഞ് ടച്ച്ഡ് ജെൻ്റ്ലി, 5-മത്തെയാണത്, താഴത്തേക്ക് എഴുതേണ്ടത്. പി വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു, 6 അക്ഷരങ്ങളുണ്ട്. ഏതാത്? പാറ്റഡ്. പാറ്റഡ് നമ്മൾ കണ്ടിരുന്നില്ലേ? സഷാസ് മദർ പാറ്റഡ് ഹെർ ജെൻ്റ്ലി. അത് കഴിഞ്ഞ് സൈഡിലേക്ക് എഴുതേണ്ടതാണത്. അത് കഴിഞ്ഞ് നമുക്ക് നാലാമത്തെ നോക്കാം. ഈഗർ ടു ലേൺ ഓർ നോ സംതിങ്. എന്തെങ്കിലും ഒരു സാധനം അറിയാൻ തീക്ഷ്ണമായ ആഗ്രഹം അല്ലെങ്കിൽ അറിയാനുള്ള ത്വര. ക്യൂരിയസ് എന്നാണ് അതിന് പറയുക. സി വെച്ച് തുടങ്ങുന്നു, എസ് വെച്ച് അവസാനിക്കുന്നു. അക്ഷരങ്ങളൊക്കെ നോക്കി നിങ്ങൾ ശരിക്കും പൂരിപ്പിക്കുക. ലാസ്റ്റത്തെ എന്താ? എ സ്വിങ്ങിങ് ബേബി ബെഡ്. സ്വിങ്ങിങ് ബേബി ബെഡ് എന്ന് പറഞ്ഞാൽ ബേബികൾക്കുള്ള കുട്ടികൾക്കുള്ള ആടുന്ന ബെഡിനാണ് പറയുന്നത്. ആറാമത്തെ, നമ്മുടെ കവിതയുടെ അനിയനെ ക്രാഡിലിൽ വെച്ചാണ് ആട്ടിയിരുന്നത്. ക്രാഡിൽ എന്ന് പറഞ്ഞാൽ തൊട്ടിൽ, CRADLE. അപ്പോൾ എല്ലാവരും ഇത് നന്നായി നോക്കുക.